പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോണിക് ലേണിംഗ് അല്ലെങ്കിൽ ഇ ലേണിംഗ് എന്ന് പറയും. ഇ ലേണിംഗ് ഈസ് ദി ലേണിംഗ് കണ്ടക്റ്റഡ് ത്രൂ ഇലക്ട്രോണിക് മീഡിയ. ഇലക്ട്രോണിക് മീഡിയ കൺസിസ്റ്റ് ഓഫ് റേഡിയോ, ടെലിവിഷൻ, സ്മാർട്ട് ഫോൺസ്, ഇൻ്റർനെറ്റ് എക്സെട്ര. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് നമ്മളെല്ലാ എഡ്യൂക്കേഷൻ സിസ്റ്റവും റൺ ചെയ്യുന്നത് ഇലക്ട്രോണിക് മീഡിയയിലൂടെയാണ്. കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പഠിക്കുന്നത് നമ്മളെന്താണ് ഡിഫറെൻറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഹെൽപ്പോട് കൂടിയാണെങ്കിൽ നമുക്ക് എന്താ പറയാം, അത് ഇലക്ട്രോണിക് ലേണിംഗ് ആണെന്ന് പറയാം. ഇറ്റ്സ് എ ലേണിംഗ് സിസ്റ്റം യൂട്ടിലൈസിങ് ഇലക്ട്രോണിക് ടെക്നോളജീസ് ടു ആക്സസ് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ്. നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ എല്ലാ ആവശ്യത്തിന് എന്തൊക്കെയാണോ നമ്മൾക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസൊക്കെ നമ്മൾ എന്തായിരിക്കും ഇലക്ട്രോണിക് മീഡിയാസിലൂടെ ആയിരിക്കും നമ്മളത് കളക്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. It is the use of technology that enable people to learn anything, anywhere and anytime. Today, e-learning is mostly conducted through internet. ഇൻ്റർനെറ്റിലൂടെയാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, മെയിനായിട്ട് നമ്മളെ ഇ ലേണിംഗ് കൊടുക്കുന്നത്. കൂടാതെ നമ്മൾ TV വഴിയും ഉണ്ട്. കാരണം ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വരുന്നത് വിക്ടേഴ്സ് ചാനലൊക്കെ TV വഴിയാണ് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഒരുപാട് കൊടുക്കുന്നുണ്ട്. Then examples of e-learning platform or tools. Educational search engines such as Google Scholar, Microsoft Academic, ResearchGates, etc. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ സെർച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഗൂഗിൾ സ്കോളറും അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് അക്കാദമിക്കും ResearchGate എക്സെട്ര. ഓൺലൈൻ സ്കൂൾ ക്ലാസ്സസ് ത്രൂ വിക്ടേഴ്സ് ചാനൽ, ലൈവ് ഓൺലൈൻ ക്ലാസ്സസ് ത്രൂ ഗൂഗിൾ മീറ്റ്, സൂം എക്സെട്ര. അപ്പോൾ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ മെയിനായിട്ട് നമ്മളിപ്പോൾ കൊടുക്കുന്നത് തന്നെ ഗൂഗിൾ മീറ്റ് അതുപോലെ തന്നെ സൂമിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, മെയിനായിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവർക്ക് കുട്ടികൾക്ക് എന്താണ് നമ്മൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ദെൻ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം സച്ച് ആസ് മൈക്രോസോഫ്റ്റ് ടീം, എഡ്മോഡോ, ഗൂഗിൾ ക്ലാസ്സസ് എക്സെട്ര. അപ്പോൾ നമ്മൾ ലേണിംഗ് നമ്മൾ ഏതുകൂടി കൊടുക്കുന്നുണ്ട്, മൈക്രോസോഫ്റ്റിൻ്റെ സഹായത്തോടും അതുപോലെ തന്നെ ഗൂഗിൾ ക്ലാസ്സിലൂടെയും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂട്യൂബ് എഡ്യൂക്കേഷൻ വീഡിയോസ് ആൻഡ് ലൈവ് സ്ട്രീം ക്ലാസ്സസ്. ഇപ്പോൾ നമ്മളൊക്കെ യൂട്യൂബിലാണ് ചെയ്യുന്നത്. നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ യൂട്യൂബ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇ ലേണിംഗ് പോസിബിൾ ആണെന്ന് പറയുന്നു. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇ ലേണിംഗ്. It is a computer and internet based educational system. It uses electronic media and information technology. It enables individuals to learn anything, anywhere and anytime. എന്നാണ് മെയിൻ അതിൻ്റെ പ്രത്യേകത. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡിവിജ്വൽസിന് എവിടെ നിന്ന് ഇവിടെ എപ്പോഴും ഏത് സമയത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇറ്റ് പ്രൊവൈഡ്സ് എഡ്യൂക്കേഷൻ ടു പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് ഏജസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർക്കും ഏത് ഏജും ഏത് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇ ലേണിംഗ് പോസിബിൾ ആണെന്ന് പറയുന്നു. ഇറ്റ് പ്രൊമോട്ട്സ് ലൈഫ് ലോങ് ലേണിംഗ്. അപ്പോൾ നമുക്ക് ലൈഫ് മൊത്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ഒരു ഓൺലൈൻ അല്ലെങ്കിൽ എന്താണ് ഇൻ്റർനെറ്റ് വഴി പഠിക്കാനുള്ള സൗകര്യം ഉണ്ട് എന്ന് പറയുന്നു. ദെൻ നെക്സ്റ്റ്, കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺസ് ആൻഡ് ഇൻ്റർനെറ്റ് ആർ ദി മെയിൻ കോമ്പണൻ്റ് ഓഫ് ഇ ലേണിംഗ്. അപ്പോൾ കമ്പ്യൂട്ടറും സ്മാർട്ട് ഫോണൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് എന്തിനാണ് ആവശ്യമുള്ളത്, ഇ ലേണിങ്ങിന് ആവശ്യമുള്ളതെന്ന് പറയുന്നുണ്ട്. ഇ ലേണിംഗ് യൂട്ടിലൈസസ് ദി എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് ഫോർമാറ്റ്സ് സച്ച് ആസ് ഡോക്യുമെൻറ്റ്സ്, ഇ ബുക്സ്, ഓഡിയോസ്, വീഡിയോസ്, ലൈവ് ക്ലാസ്സസ് എക്സെട്ര. Then it is used for formal, informal and distance learning. It is also called online learning, virtual learning, verbal based learning etc. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഏതൊക്കെ ഇൻഫോർമലായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്, അതുപോലത്തെ ഫോർമലായിട്ടുള്ള എഡ്യൂക്കേഷൻ, ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ, അതുപോലെ തന്നെ എന്താണ് കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് എന്ത് പറയാമെന്ന് പറ്റും, ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എന്ത് പറയാം, വിർച്വൽ ലേണിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ വെബ് ബേസ്ഡ് ലേണിംഗ് എന്ന്, ഇങ്ങനെ ഈ 3 പേരിൽ നമുക്ക് എന്ത് പറയാം, ഇ ലേണിങ്ങിനെ പറയാൻ പറ്റും എന്ന് പറയുന്നു. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ഇ ലേണിംഗ്. ഫസ്റ്റ് വരുന്നത് കൺവീനിയൻസ്. ഇറ്റ് ക്യാൻ ബി കണ്ടക്റ്റഡ് ഇൻ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ്, ഡിഫറെൻറ്റ് ഫോംസ് ആൻഡ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്, കൺവീനിയൻറ്റ് ടു ദി യൂസേഴ്സ്. നമ്മളിപ്പോൾ ആരൊക്കെയാണോ ഇത് ഇ ലേണിംഗ് ചെയ്യുന്നത് അവരെ അവരെ ഇഷ്ടത്തിന്, അവരെ കൺവീനിയൻറ്റിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് പഠിക്കാനൊക്കെ പറ്റും എന്ന് പറയുന്നത് അതിൻ്റെ വലിയൊരു ഇമ്പോർട്ടൻസ് ആണ്. ദെൻ എനി ടൈം ആക്സസിബിലിറ്റി. It is accessible 24 hours in a day and 7 days in a week as per convenience of user. ഇതും സെയിം തന്നെയാണ് പറയുന്നത്, നമുക്ക് ഏത് സമയത്ത് എപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ലോ കോസ്റ്റ് ആണ്, കാരണം നമുക്ക് വലിയ കോസ്റ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. Then addresses individual learners' differences. It can be especially designed to address the needs of different learners. എന്താണ്
നമ്മളിപ്പോൾ ആരാണോ പഠിക്കുന്നത് അവർക്കനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് അതിനനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ ഓൺലൈൻ വഴി കൊടുക്കാനൊക്കെ പറ്റുന്നു എന്ന് പറയുന്നുണ്ട്. then വരുന്നത് ഫ്ലെക്സിബിലിറ്റി. ഈ ലേണിംഗ് ഈസ് ഫ്ലെക്സിബിൾ ഇൻ ടേംസ് ഓഫ് ടൈം ആൻഡ് പ്ലേസ് ഓഫ് ലേണിംഗ്. നേരത്തെ പറഞ്ഞ കൺവീനിയൻസ് പറഞ്ഞ പോലെ തന്നെയാണ്, നമുക്കതൊന്നും ഒരു മാറ്റർ അല്ല, എപ്പോഴും എങ്ങനെയും പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ്. ദെൻ അനോണിമിറ്റി. ലേണേഴ്സ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ലേണിംഗ് പ്രോസസ് വിതൗട്ട് ഡിസ്ക്ലോസിങ് ഹിസ് ഹെർ ഐഡൻറ്റിറ്റി. അപ്പോൾ നമ്മൾ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തും. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ പഠിക്കുകയാണ്, നമ്മൾ ആരാ പഠിക്കുന്നത് എന്നിപ്പോൾ ആ യൂട്യൂബ് ആ വീഡിയോ ഇറക്കിയ വ്യക്തിക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ അതുപോലെയാണ്, അപ്പോൾ നമ്മളെ അവിടെ പരിചയപ്പെടുത്താതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് പറയുന്നു. എൻകറേജസ് ഇൻട്രാക്ഷൻസ്. ഈ ലേണിംഗ് ഫെസിലിറ്റേറ്റ് ഇൻക്രീസ്ഡ് സ്റ്റുഡൻറ്റ് ടീച്ചർ ഇൻട്രാക്ഷൻസ്. എന്ത് ചെയ്യുന്നുണ്ട്, നല്ല ഒരു സ്റ്റുഡൻറ്റ് ഇപ്പോൾ സൂമൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ടീച്ചർ സ്റ്റുഡൻറ്റ് നല്ലൊരു റിലേഷൻ കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്ന് പറയുന്നു. റിപ്പീറ്റഡ് ലേണിംഗ്. ഓൺലൈൻ ലെക്ചേഴ്സ് ആർ റെക്കോർഡഡ്. റിപ്പീറ്റഡ് ലേണിംഗ്. ഓൺലൈൻ ലെക്ചേഴ്സ് ആൻഡ് റെക്കോർഡഡ് വീഡിയോസ് ക്യാൻ ബി സീൻ എനി നമ്പർ ഓഫ് ടൈംസ്. എന്താണ്, നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളൊരു സാധനമാണെങ്കിൽ നമുക്ക് ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, അത് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഇത് നെക്സ്റ്റ് വരുന്നത് ആക്സസ് ടു അപ്ഡേറ്റ് കണ്ടൻറ്റ്. ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ എന്താകും, നമ്മൾ കിട്ടുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ അപ് ടു ഡേറ്റ് ആണെന്ന് പറയാം. ലെസ് ഇമ്പാക്റ്റ് ഓൺ എൻവയോൺമെൻറ്റ്. ഇറ്റ് ഈസ് പേപ്പർലെസ്, യൂസസ് ലെസ് പവർ, അവോയ്ഡ് ഡിഫോറസ്റ്റേഷൻ എക്സെട്ര. എന്താണ്, നമ്മളെ പ്രകൃതി നശിപ്പിക്കുന്ന രീതിയിലോ എന്നുള്ള പേപ്പർലെസ് ആകും, നമ്മൾ മരങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കാനൊക്കെ പറ്റുമെന്ന് പറയുന്നു. ബെസ്റ്റ് സ്യൂട്ടബിൾ ഫോർ പാർട്ട് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ്. മെയിനായിട്ട് നമ്മൾ പാർട്ട് ടൈം പകലെന്തെങ്കിലും വേറെ എന്തെങ്കിലും പണിക്ക് പോയിട്ട് നമുക്ക് രാത്രി വന്ന് പഠിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് എന്താണ്, ഇൻ്റർനെറ്റ് ലേണിംഗ് ആണെന്നാണ് പറയുന്നത്. Then variety of resources. It can take variety of resources such as text, audio, video, animation, graphics and multimedia. അപ്പോൾ എന്താണ്, നമുക്ക് ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ് ഏതിൽ, ഒരു ഈ ലേണിങ്ങിൽ എന്ന് പറയുന്നുണ്ട്. കുറച്ച് തന്നെ ഡ്രോബാക്സ് പറയുന്നുണ്ട്, എന്തൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ, ടെക്നിക്കൽ ഇഷ്യൂസ്. ലോസ് ഓഫ് കണക്ടിവിറ്റി, ഫെയിൽ ഓഫ് ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്, പവർ ഫെയിലിയർ എക്സെട്ര മേ അഫക്റ്റ് ഈ ലേണിംഗ്. എന്താണ്, മെയിനായിട്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് കണക്ഷൻ്റെ പ്രശ്നം, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ് കേടാവുന്ന കേസ്, കറണ്ട് പോകുന്ന പ്രശ്നം. അപ്പോൾ ഇതൊക്കെ മെയിനായിട്ടൊരു പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. ദെൻ പുവർ അസസ്മെൻറ്റ് capability. Most of the online assessments are limited to questions that are only objective in nature. There is a chance of malpractices in online tests. അപ്പോൾ എന്ത് പറയുന്നുണ്ട്, നമ്മളെ അസസ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് എന്താണ് ഒരു ഡ്രോബാക്ക് ആണെന്ന് പറയും. കാരണം നമുക്ക് കറക്റ്റായിട്ടൊരു വ്യക്തിയെ എന്ത് ചെയ്യാൻ, ഒരു സ്റ്റുഡൻറ്റിനെ എന്താണ് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. കാരണം അവർ വല്ല മാൽ പ്രാക്ടീസും കാര്യങ്ങളും നടത്തിയാലൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല. നെക്സ്റ്റ് വരുന്നത് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഓൾ സബ്ജക്റ്റ്. എല്ലാ സബ്ജക്റ്റും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഓൺലൈൻ ലേണിംഗ് പോസിബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. പ്രാക്ടിക്കൽ കൂടുതലായിട്ട് വരുന്നുള്ള സബ്ജക്റ്റിനൊക്കെ എന്ത് പോസിബിൾ അല്ല, ഈ ഒരു ലേണിംഗ് പോസിബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഹെൽത്ത് പ്രോബ്ലംസ്. ഒരുപാട് സമയം നമ്മൾ ഇൻ്റർനെറ്റ് അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഡിവൈസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് വരുന്ന നമുക്ക് ഹെൽത്തായിട്ട് വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കണ്ണിനുള്ള പ്രശ്നം, ബാക്ക് പെയിന്, സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ്, സൈക്കോളജിക്കൽ ഇഷ്യൂസ് എക്സെട്ര. ദെൻ ലിമിറ്റഡ് സ്കോപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ആൻഡ് ഫീഡ്ബാക്ക്. മെയിനായിട്ടുള്ള ഡ്രോബാക്ക് തന്നെയാണ് പറയുന്നുണ്ട്. എന്താണ്, നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എന്തായിരിക്കും ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിസിപ്പൻസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. കാരണം ഒരു ഫേസ് ടു ഫേസ് ഉള്ള ഇൻട്രാക്ഷൻ വളരെ കുറവായിരിക്കും. ഫീഡ്ബാക്ക് ഒന്നും നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റാത്തൊരു പ്രശ്നം പറയുന്നുണ്ട്. അടുത്തത് പ്ലാഗറിസം ഈസ് ദി പ്രാക്ടീസ് ഓഫ് ടേക്കിംഗ് ഓർ കോപ്പിങ് ദി വർക്ക് ഓഫ് അതർ വിത്തൗട്ട് പെർമിഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്ത സാധനങ്ങൾക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ അദ്ദേഹത്തിന് പെർമിഷൻ കൂടാതെ കോപ്പി ചെയ്യാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് ഇതിൽ ഈ ലേണിങ്ങിലെന്ന് പറയുന്നു. അടുത്തത് ഇറ്റ് റിക്വയർസ് സ്ട്രോങ് സെൽഫ് മോട്ടിവേഷൻ ആൻഡ് ടൈം മാനേജ്മെൻറ്റ്. സ്വന്തമായിട്ട് നമുക്ക് എന്താണ് ഒരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ലേണിങ് നമുക്ക് പോസിബിൾ ആവുള്ളൂ. കാരണം നമ്മൾ സ്വന്തം ഇരുന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത്, ഈ ലേണിംഗ് ഈസ് ആൻ ആക്സസിബിൾ ടു കമ്പ്യൂട്ടർ ഇലിറ്ററേറ്റ് പീപ്പിൾ. എന്താണ്, ഒരു ഇലിറ്ററേറ്റ് ആയ പീപ്പിളിന് ഇന്നാക്സസിബിൾ ആണ് നമ്മൾ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. ദെൻ ലാക്ക് ഓഫ് പേഴ്സണൽ ടച്ച്. ഇറ്റ് ഈസ് എ ലാക്ക് ഓഫ് പേഴ്സണൽ ടച്ച് ദാറ്റ് ഹെൽപ്പ് ലേണേഴ്സ് മൂവ് ബിയോണ്ട് ദെയർ ഡിഫിക്കൽട്ടീസ്. എന്താണ്, ആളുകൾ തമ്മിലുള്ള ഒരു പേഴ്സണൽ ടച്ച് എവിടെ കുറവാണ്, ഒരു ഈ ലേണിങ്ങിൽ കുറവാണെന്ന് പറയുന്നു.
ഫീൽ ഓഫ് ഐസൊലേഷൻ. ഓൺലൈൻ ലേണിംഗ് ഈസ് സോളോ ആൻഡ് ദി ലേണർ മേ ഫീൽ സെൻസ് ഓഫ് ഐസൊലേഷൻ. ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നത് എവിടെയായിരിക്കും? ഓൺലൈൻ ലേണിംഗ്. കാരണം നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുകയാണെങ്കിൽ നമ്മൾ വേറെ ആരും ഉണ്ടായിരിക്കില്ല, ക്ലാസ് റൂമിൻ്റെ അത്ര ഒരു ആക്റ്റീവായിട്ടുള്ളത് നമുക്ക് അവിടെ കിട്ടില്ല, ഓൺലൈൻ ലേണിങ്ങിൽ കിട്ടില്ല എന്ന് പറയുന്നു. Then principles for effective and successful e-learning. Match to the curriculum. It should be suitable to the curriculum and its objectives. എന്താണ് നമ്മൾ മെയിനായിട്ട് എന്താണ് നമ്മൾ ഈ ഒരു നമ്മൾ ഏത് കരിക്കുലമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ കരിക്കുലത്തിൽ നമ്മൾ ഇപ്പോഴത്തെ ഏത് സിസ്റ്റമാണോ പോകുന്നത് അതിനനുസരിച്ച് എന്തായിരിക്കാം, മാച്ച് ആയിരിക്കാം എന്ന് പറയുന്നുണ്ട്. Then inclusion. It must be able to include all category of learners including the physically and mentally disabled. എന്താണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാ കാറ്റഗറിയിലുള്ള ആളുകളെയും എന്ത് ചെയ്യണം, ഈ ഒരു ഈ ലേണിങ്ങിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിയിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. ലേണേഴ്സ് എൻഗേജ്മെൻറ്റ്. ലേണേഴ്സ് ഷുഡ് ബി മോട്ടിവേറ്റഡ് ടു എൻഗേജ് ഇൻ ദി ലേണിംഗ് പ്രോസസ്സ്. എന്താണ് ലേണേഴ്സിന് എന്താണ് തീർച്ചയായിട്ടും അവർക്കുള്ള മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കണമെന്ന് പറയുന്നുണ്ട്. Then innovative approaches. Innovative technology, new online education tools etc. is to be used in e-learning. തീർച്ചയായിട്ടും നമ്മൾ റീസെൻ്റായിട്ട് വരുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഏതിൽ കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്, ഒരു e-learningൽ കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. എഫക്റ്റീവ് ലേണിംഗ്. ദി കണ്ടന്റ് ആൻഡ് ദ മെത്തേഡ് ഓഫ് ഓൺലൈൻ എഡ്യൂക്കേഷൻ മസ്റ്റ് ബി സ്യൂട്ടബിൾ ഇൻ ദി നീഡ്സ് ഓഫ് ദി ലേണേഴ്സ്. അപ്പോൾ ലേണേഴ്സിൻ്റെ നീഡ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മളിത് എന്താണ് മെത്തേഡ്സും കണ്ടൻസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യേണ്ടത്. Then formative assessment. Regular assessment should be conducted along with the teaching learning process. തീർച്ചയായിട്ടും നമ്മൾ ഒരു കുട്ടിയെ ഡെയിലി റെഗുലറായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. സമ്മേറ്റീവ് അസസ്മെൻറ്റ്. ആൻ ഓൺലൈൻ ടെസ്റ്റ് മേ ബി കണ്ടക്റ്റഡ് അറ്റ് ദി എൻഡ് ഓഫ് ലേണിംഗ് പ്രോസസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലെവൽ ഓഫ് ലേണേഴ്സ് അച്ചീവ്മെൻറ്റ് എന്ന്. എന്താണ് നമ്മളൊരു എത്രത്തോളം ഒരു ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ലേണിംഗ് ഏകദേശം അവസാനമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മായിട്ട് അല്ലെങ്കിൽ ലാസ്റ്റായിട്ട് ഒരു മൊത്തം നമ്മൾ അസസ് ചെയ്യാൻ പറ്റുന്ന രീതി ഫോളോ ചെയ്യണമെന്ന് പറയുന്നു. ദെൻ കൊഹറൻസ്, കൺസിസ്റ്റൻസി ആൻഡ് ട്രാൻസ്പെറൻസി. ദ പെഡഗോഗി ആൻഡ് ഇറ്റ്സ് കണ്ടന്റ് മസ്റ്റ് ബി ലോജിക്കൽ, കൺസിസ്റ്റൻറ്റ് ആൻഡ് ക്ലിയർ. അപ്പോൾ നമ്മൾ അതിൽ കൊടുത്തിട്ടുള്ള ഒരു ഓൺലൈൻ അല്ലെങ്കിൽ ഈ ലേണിങ്ങിൻ്റെ ഒരു പെഡഗോഗി അല്ലെങ്കിൽ ഇതിൽ കണ്ടൻറ്റ് എങ്ങനെ ആയിരിക്കണം, ഒരു ലോജിക്കലി അറേഞ്ച്ഡ് ആയിരിക്കണം, ഒന്ന് കൺസിസ്റ്റൻറ്റും അതുപോലെ തന്നെ വളരെ ക്ലിയർ ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. ദെൻ ഈസി ഓഫ് യൂസ്. മെത്തേഡ്സ് ആൻഡ് ടെക്നിക് യൂസ്ഡ് ഫോർ e-learning മസ്റ്റ് ബി ഈസി ടു യൂസ് ബൈ ദി ലേണർ. ലേണർക്ക് എന്താണ് പഠിക്കുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത രീതിയിലായിരിക്കണം എന്ന് പറയുന്നു. ദെൻ കോസ്റ്റ് എഫക്റ്റീവ്നെസ്. ദ കോസ്റ്റ് ഓഫ് ദി ടെക്നോളജി സൊല്യൂഷൻസ് മസ്റ്റ് ബി അഫോർഡബിൾ ടു ദി ലേണർ. കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, വളരെ കുറവായിരിക്കണമെന്നാണ് പറയുന്നത്. ദെൻ മേജർ ടെക്നോളജീസ് യൂസ്ഡ് ഇൻ e-learning. എന്തൊക്കെ ടെക്നോളജിയാണ് നമ്മൾ e-learningലൂടെ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, എന്നാലും കുറച്ച് പറയാം. സെർച്ച് എഞ്ചിൻസ് ആൻഡ് എഡ്യൂക്കേഷൻ സെർച്ച് എഞ്ചിൻസ്. നേരത്തെ പറഞ്ഞു എന്താണ്, നമ്മൾ സെർച്ച് എഞ്ചിൻസ് ആണ് മെയിനായിട്ട് നമ്മൾ എഡ്യൂക്കേഷന് യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് വീഡിയോസ് ആയാലും ഇമേജസ് ആയാലും ഡിഫറെൻറ്റ് ലെക്ചേഴ്സ് ആണെങ്കിലും നമ്മളത് സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ സെർച്ച് എഞ്ചിൻ ആവശ്യമാണെന്ന് പറയുന്നത്. അപ്പോൾ ഗൂഗിൾ, യാഹൂ ഒക്കെ എന്താണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ജനറൽ സെർച്ച് എഞ്ചിനും യൂസ് ചെയ്യാം. അപ്പോൾ തന്നെ എഡ്യൂക്കേഷണൽ സെർച്ച് എഞ്ചിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനു വേണ്ടി യൂസ് ചെയ്യാമെന്ന് പറയുന്നത്. ഗൂഗിൾ സ്കോളർ, അതുപോലെ തന്നെ റിസർച്ച് ഗേറ്റ് എക്സെട്ര അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് നെക്സ്റ്റ് വരുന്നത് ബ്ലോഗിംഗ് ആൻഡ് വ്ളോഗിംഗ്. എ ബ്ലോഗ് ഈസ് എ ഡിസ്കഷൻ സൈറ്റ് പബ്ലിഷ്ഡ് ഓൺ ദി വെബ്. അപ്പോൾ ഒരു ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പേഴ്സണലായിട്ടുള്ള ഡിസ്കഷൻ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളെ ഒരു സ്വന്തം വെബ്സൈറ്റ് ആണെന്ന് പറയാം. ഇത് നമ്മളെ ആശയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബ്ലോഗിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളത് അപ്ലോഡ് ചെയ്യുന്നത്. ദെൻ വ്ളോഗ് ഈസ് എ പ്ലാറ്റ്ഫോം യൂസ്ഡ് ടു ഷെയർ സ്മോൾ വീഡിയോസ്. അപ്പോൾ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എന്താ ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെയൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ ഡിഫറെൻറ്റ് യൂട്യൂബ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്, വ്ളോഗ് എന്ന് പറയുന്നത്. ബോത്ത് ബ്ലോഗ്സ് ആൻഡ് വ്ളോഗ്സ് ആർ നൗ യൂസ്ഡ് ഫോർ e-learning. അപ്പോൾ രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ e-learningന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നു. മേജർ ടെക്നോളജീസ് യൂസ്ഡ് ഇൻ e-learning. മൊബൈൽ ഡിവൈസസ് വിത്ത് വയർലെസ് കണക്ടിവിറ്റി. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് എന്താണ്, ലാപ്ടോപ്പ് അതുപോലെ തന്നെ ടാബ്ലറ്റ്, മൊബൈൽസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു e-learningന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഈസ് ദി റിയൽ ടൈം
use of information in the form of text, graphics, audio, video, etc. integrated with the real world objectives. ഇപ്പോൾ ഓഗ്മെൻറ്റ് നമ്മൾ ഒരു വിർച്വലായിട്ട് നമ്മൾ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഓൺലൈൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കുന്ന എന്തിനേയും കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ആ സാധനം നമ്മളെ മുമ്പിൽ വരുന്ന രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ഓഗ്മെൻറ്റ് റിയാലിറ്റിയിൽ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നു. It is the software application that provide digital visual content similar to the real world situations. അപ്പോൾ നമ്മൾ എന്താണ് നമ്മളെ റിയൽ വേൾഡ് സിറ്റുവേഷനെ നമ്മളെന്താ ഒരു ഡിജിറ്റൽ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഒരു കണ്ടൻറ്റിനെ കുറിച്ച് നമ്മൾ റിയൽ കണ്ടൻറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് അത് ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വളരെ എഫിഷ്യൻ്റാണ്, കാരണം നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ലേണിംഗ് പോസിബിൾ ആവും. ദെൻ സ്ക്രീൻ കാസ്റ്റിംഗ്. A screencast is a digital recording of computer system. Screencasting is now used to convert slides and other materials into video lessons. Examples: MS PowerPoint slide recorder, AZ screen recorder, FreeCam, etc. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ മൊബൈലിൽ ലേണിങ്ങിനെ കുറിച്ച് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി. ഇപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ഇപ്പോൾ സ്ലൈഡ്സ് ആണെങ്കിൽ ആ സ്ലൈഡൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്ക്രീൻ റെക്കോർഡർ വെച്ചിട്ട് റെക്കോർഡ് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ നമുക്കത് ആ ഒരു ഇൻഫർമേഷൻ കോപ്പി ചെയ്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ബെനിഫിറ്റും ടെക്നോളജിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ലേണിങ്ങിൽ യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നു. ദെൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇറ്റ് ഈസ് ദി ഇൻ്റലിജൻസ് ഡെമോൺസ്ട്രേറ്റഡ് ബൈ മെഷീൻസ് സിമിലർ ടു ഹ്യൂമൻ ഇൻ്റലിജൻസ്. അപ്പോൾ എന്താണ് മെയിനായിട്ടുള്ള ഒരു ടെക്നോളജിയാണ് നമ്മൾ ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ, അതുപോലെ തന്നെ എന്താണ് മെഷീനറീസ് എന്ത് ചെയ്യും, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നൊരു കേസ്. Intelligent software designed to cater individual needs of the students can be used in e-learning process. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഒക്കെ മെയിനായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇൻഡിവിജ്വൽ നീഡ്സും അത് ഓരോ സ്റ്റുഡൻസിൻ്റെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആ ഒരു ലേണിംഗ് സക്സസ് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കാര്യങ്ങളൊക്കെ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ യൂസ്ഡ് ടു മാനേജ് ദി എൻറ്റയർ ലേണിംഗ് പ്രോസസ്സ്. അപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുകയാണ്, നമ്മളെ എല്ലാ എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങൾ ലേണിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെ നമുക്ക് എന്ത് പറയാം, ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയാം. മോഡേൺ LMS എനേബിൾ ടു ഷെഡ്യൂൾ ക്ലാസ്സസ്, കണ്ടക്ട് ലൈവ് സ്ട്രീമിംഗ്, മാർക്ക് അറ്റൻഡൻസ്, മാനേജ്മെൻറ്റ് ഓഫ് അസൈൻമെൻറ്റ്സ്, കണ്ടക്ട് ടെസ്റ്റ് എക്സെട്ര. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളൊരു ഇതിപ്പോൾ ഗൂഗിൾ ക്ലാസ് റൂം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെല്ലാ കാര്യങ്ങളും അതിലിപ്പോൾ അവർക്ക് ക്ലാസ് കൊടുക്കാൻ പറ്റും, അവരെ ഒപ്പീനിയൻ എടുക്കാൻ പറ്റും, അവർക്ക് ടെസ്റ്റ് നടത്താൻ പറ്റും, എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ ഗൂഗിൾ ക്ലാസ് റൂമിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണെന്ന് പറയാം. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. IoT refers to the billions of physical devices around the world that are now connected to the internet, all collecting and sharing data. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ യൂസ് ചെയ്യുന്ന ഇപ്പോൾ TV ആയിരിക്കാം, മൊബൈൽ ഫോൺ ആയിരിക്കാം, ലാപ്ടോപ്പ് ആയിരിക്കാം, അപ്പോൾ എന്തുതന്നെയാണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാം ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ഡാറ്റ കളക്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും എല്ലാത്തിനും എന്ത് പറ്റും, നമുക്ക് ഈ ഡിവൈസുകൾ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. IoT ഡിവൈസസ് ഗീവ് സ്റ്റുഡൻസ് ബെറ്റർ ആക്സസ് ടു എവറിത്തിങ് ഫ്രം ലേണിംഗ് മെറ്റീരിയൽസ് ടു കമ്മ്യൂണിക്കേഷൻ ചാനൽസ്. അപ്പോൾ ഈ ഡിവൈസുകൾ എന്താ ചെയ്യുന്നുണ്ട്, എല്ലാ ലേണിങ്ങിന് വേണ്ട എല്ലാ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവർക്ക് ഇതുവഴി ആക്സസ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നു. It gives teachers the ability to measure student learning progress in real time. കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, ടീച്ചേഴ്സിന് അവരെ ഓരോ സ്റ്റുഡൻസിൻ്റെയും പ്രോഗ്രസ് അപ് ടു ഡേറ്റ് ആയിട്ട് കളക്ട് ചെയ്യാനുള്ള ഒരു ഹെൽപ്പും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, IoT പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നു. നെക്സ്റ്റ് വരുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഇറ്റ്സ് എ പ്രാക്ടീസ് ഓഫ് യൂസിങ് ഇൻ്റർനെറ്റ് സെർവേഴ്സ് റാദർ ദാൻ ഫിസിക്കൽ ഡിവൈസസ് സ്റ്റോർ മാനേജ് ആൻഡ് പ്രോസസ് ഡാറ്റ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഡാറ്റയും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഹാർഡ്വെയർ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഹാർഡ്വെയർ ഇല്ലാതെ എന്ത് ചെയ്യുക, നമ്മൾ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ സെർവറിൽ നമ്മുടെ ഡാറ്റ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയാം. ദെൻ വീഡിയോ പ്ലാറ്റ്ഫോംസ്. നമ്പർ ഓഫ് ഫ്രീ വീഡിയോ പ്ലാറ്റ്ഫോം ആർ നൗ അവൈലബിൾ ടു പബ്ലിഷ് ആൻഡ് ഷെയർ എഡ്യൂക്കേഷണൽ വീഡിയോസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂട്യൂബ്,
നെറ്റ്ഫ്ലിക്സ്, വിമോ എക്സെട്ര. അപ്പോൾ ഇത്രയും എന്താണ് നമ്മൾക്ക് അവൈലബിൾ ആയ പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി, ലേണിങ്ങിന് വേണ്ടിയിട്ട്. Then virtual laboratories. A virtual laboratory is an on-screen simulator or calculator that learners use to test ideas and observe results. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പറയാം, ഇപ്പോൾ നമ്മൾ എവിടെ ലാബൊക്കെ ഉണ്ടായിരിക്കും, ഓരോ ലബോറട്ടറീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സിമുലേഷനായിട്ട്, അതായത് നമ്മൾ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പരീക്ഷണം ചെയ്യാൻ പറ്റുന്ന ഒരു ലബോറട്ടറിയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെർച്വൽ ലബോറട്ടറീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ പരീക്ഷണമാണോ നമ്മളവിടെ ചെയ്യുന്നത്, ആ പരീക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് ഇതിലും ചെയ്യാൻ പറ്റും. The learners can conduct experiments through this simulator equipment that behaves in almost the same way as it would in the real environment. അപ്പം എന്ത് ചെയ്യും, നമുക്ക് ലേണേഴ്സിന് എന്തിനുള്ള ഓപ്ഷൻ ഉണ്ട്, നമ്മൾ റിയൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ റിയൽ എൻവയോൺമെൻറ്റിൽ, അത് റിയൽ ലബോറട്ടറിയിൽ ചെയ്യുന്ന അതേ ഒരു എഫക്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു വെർച്വൽ ലബോറട്ടറീസിലും അവർക്ക് കിട്ടുന്നത്. എങ്ങനെയാണോ റിയലായിട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് ഓരോ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾസ് ഓഫ് വെർച്വൽ സയൻസ് ലാബ് ആപ്സ് ആർ പ്രൊജക്റ്റ് നോഹ, പ്രീമാജിക് എക്സെട്ര. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, മെയിനായിട്ട് നമ്മൾ ലബോറട്ടറി ആയിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. The next is video conferencing applications. Video conferencing applications such as Zoom, Google Meet, etc. can be used to conduct live classes. അപ്പോൾ ഈ ഒരു ലേണിങ്ങിൻ്റെ മെയിനായിട്ടുള്ളൊരു പാർട്ടാണെന്ന് പറയാം. കാരണം എന്താണ്, നമ്മൾ ഡിഫറെൻറ്റ് കോൺഫറൻസിങ് സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസ് നടത്താം. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സൂമും അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റിയൽ ക്ലാസ് സിറ്റുവേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഒരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ പോസിബിൾ ആണ് ഈ സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ലേണിംഗ് നടത്തുന്ന സമയത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൽ വരുന്നുള്ളൂ. ഇതൊക്കെ ഒന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.